ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ്, കറുത്ത നിറം, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ മുഖത്തിനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ്. നമുക്ക് ഈ പാർലറിൽ പോയിട്ട് നമുക്ക് ഒരുപാട് പൈസയൊന്നും നമ്മുടെ കാണത്തില്ല. നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യാനോ ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ കാണത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും ആ കരുവാളിപ്പ് മാറാനും ടാൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് മെയിനായിട്ടും വേണ്ടത് തൈരാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ കാപ്പിപ്പൊടി, അതുപോലെ തന്നെ പഞ്ചസാര. അപ്പോൾ ഇത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിവിടെ ആ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ 1 സ്പൂൺ തൈര്, 1 സ്പൂൺ കാപ്പിപ്പൊടി, 1 സ്പൂൺ പഞ്ചസാരയാണ്. ഇത് 3 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ പാക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഈ തൈരും കൂടെ ഉള്ളതുകൊണ്ട്, ഈ തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമുക്കിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കാണുമല്ലോ, ഈ ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയും അതുപോലെ വൈറ്റ് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്കെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ 1 സ്പൂൺ തൈര്, അതുപോലെ പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ കാപ്പിപ്പൊടി, 3 കൂടെ നന്നായി എടുത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഇരിക്കും. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഫസ്റ്റിലെ ക്ലീൻ ചെയ്യുക. നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകുക. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വിയർത്ത് കുളിക്കുകയാണ്. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഫേസിൽ. ഇപ്പം തൈര് ഞാൻ കടയിൽ നിന്ന് മേടിച്ച തൈര്, അതാണ് ഇതിപ്പം ഒരു ഇതായിട്ട് ഇരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുക്കുക. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിൽ നന്നായിട്ട് തേച്ച് വെക്കും. സൈഡിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ മുഖം നമുക്ക് വൃത്തിയായിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ കയ്യിലൊന്നും പൈസ ഇപ്പം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ അങ്ങനെ ഒന്നും ചെയ്യാൻ നമ്മുടെ പൈസ ഇല്ലല്ലോ ഒരുപാട്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ബെറ്റർ. നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഹെയർ. സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. കാരണം ഈ പഞ്ചസാര ഉള്ളത് കൊണ്ട് മുഖത്തെ പാടുകളൊക്കെ പോകുന്നതാണ്. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് കഴുകാവുന്നതാണ്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് കഴുകി. അതിന് ശേഷമുള്ള ഫേസാണിത്. നമുക്ക് നല്ലൊരു മാറ്റം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമുക്കൊരു 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം അനുഭവപ്പെടും. ഒറ്റയടിക്ക് നമ്മൾ വെളുക്കും അല്ലെങ്കിൽ തൂവെള്ളയാവും എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഒറ്റയടിക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഒരു 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം ഡെയിലി ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റം ഫേസിൽ കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധാരണ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.